ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മെൽസായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ദനഹ കാലത്തിന്റെ 5ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം, ഒന്നാമത്തെ വായന ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാം വായന ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാം വായന കൊളോസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും. സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുമാണ്. ഒന്നാം വായനയിൽ ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പാപപരിഹാരത്തിന്റെ ബലിയർപ്പണത്തിന്റെ ക്രമം പറഞ്ഞു കൊടുക്കുകയാണ് ലേവ്യരുടെ പുസ്തകത്തിൽ. രണ്ടാം വായന ദാനിയേലിന്റെ പുസ്തകം എത്തുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയും നമുക്ക് വേണ്ട ദൈവകരുണയെയും കുറിച്ചുള്ള സൂചന കിടക്കുന്നു. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നത്, പാപമോചനം നൽകുന്നത്. ലേഖനത്തിൽ ഇതിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ പോലെ ഡീറ്റെയിൽ ചെയ്തിരിക്കുകയാണ്. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കിച്ചിട്ടുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവാൻ യഥാർത്ഥത്തിൽ നമ്മളെ പ്രകാശത്തിൽ പങ്കുചേർത്തു പിതാവ് എന്ന സൂചന കിടക്കുകയാണ് ലേഖനത്തിൽ, കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ. ഇന്നത്തെ 4 വായനകളിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ത്രെഡ് കിടക്കുന്നത് പാപമോചനം എന്ന വാക്കാണ്. പാപമോചനം ദൈവത്തിൽ നിന്ന് എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ ചിന്ത. പാപമോചനം ദൈവത്തിൽ നിന്ന്. അതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. 4 വായനകളുടെ ആ ഘടനയിൽ നിന്നുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ 1-ാം വായന, രണ്ടാമത്തത് ദാനിയേലിന്റെ പുസ്തകം, മൂന്നാമത് നമ്മൾ സുവിശേഷം തന്നെ ധ്യാനിക്കും, ഒടുക്കം നമ്മൾ ലേഖനത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ ബൈബിളിന്റെ ക്രോണോളജി കീപ്പ് ചെയ്ത് തന്നെ നമുക്ക് ധ്യാനിച്ചു പോകാം. 1-ാം വായനയിൽ ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായം 13-21 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനം പാപം ചെയ്തു. 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇസ്രായേൽ ജനം പാപം ചെയ്തു, ആ പാപത്തിന് പരിഹാരം ആവശ്യമുണ്ട്. എന്ത് ചെയ്യണം? കാളക്കുട്ടിയെ കൊണ്ടുവരണം. എന്നിട്ടോ എല്ലാവരും കാളക്കുട്ടിയുടെ ദേഹത്ത് തലയിൽ കൈവെക്കണം. വെച്ച് കഴിയുമ്പോൾ എല്ലാവരുടെയും പാപം ഈ കാളക്കുട്ടിയിലേക്ക് ആരോപിക്കണം. എന്നിട്ട് ഈ കാളക്കുട്ടിയെ ബലിയർപ്പിക്കണം. പാപപരിഹാരം നടക്കുന്നു എന്നതാണ് ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പാപപരിഹാര ബലി. അതായത് പഴയ നിയമ ജനതയുടെ ആദ്യത്തെ തിരിച്ചറിവും കാഴ്ചപ്പാടും ഈ ബലിയർപ്പണം എന്നുള്ളതാണ്. പിന്നീട് അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പാപപരിഹാര ബലി ഇഫക്റ്റീവ് ആകുന്നുണ്ടോ എന്ന് സംശയം. പാപപരിഹാര ബലി ഒരു വശത്ത് അങ്ങനെ, ഇപ്പുറത്ത് ഈ പാപപരിഹാര ബലിയിൽ ഓവർ ശ്രദ്ധ കൊടുത്തിട്ട് എന്ത് പറ്റി? ഞങ്ങളുടെ ഈ പാപപരിഹാര ബലിയുടെ മെച്ചം കൊണ്ട് ഞങ്ങൾക്ക് പാപപരിഹാരം കിട്ടുന്നു എന്നൊരു ചിന്തയും വരാൻ തുടങ്ങി. അപ്പോഴാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവേ, പാപമോചനവും കരുണയും നിന്നിൽ നിന്നാണ്, നോട്ട് അപ്പോൺ അവർ മെറിറ്റ്സ്. ഞങ്ങളുടെ യോഗ്യതകൾ കൊണ്ടോ ഞങ്ങൾ അർപ്പിക്കുന്ന പരികർമ്മം ചെയ്യുന്ന ഈ കാര്യങ്ങളുടെ മെച്ചം കൊണ്ടോ അല്ല, എല്ലാം നിന്റെ കരുണയാണ് എന്ന സൂചന കിടപ്പുണ്ട് ഈ ദാനിയേലിന്റെ പുസ്തകം. അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, കർത്താവേ, അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ആർജിച്ചെടുക്കുന്ന ഒന്നല്ല പാപപരിഹാരം, മറിച്ച് ദൈവം തരുന്നതാണ്. ആ കാഴ്ചപ്പാടിലേക്ക് ദാനിയേലിന്റെ പുസ്തകം എത്തുമ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരുന്നത് ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് പാപപരിഹാരം കിട്ടുന്നു എന്നുള്ളതാണ്. ദാനിയേലിന്റെ പുസ്തകം എത്തുമ്പോൾ എങ്ങനെ ഒരു റെവലേഷൻ ഉണ്ടാകുക, തിരിച്ചറിവുണ്ടാകുകയാണ്. തിരിച്ചറിവുണ്ടാകുന്നത് പാപമോചനവും കാരുണ്യവും അങ്ങിൽ നിന്നാണ്, ഞങ്ങൾ വാങ്ങിച്ചെടുക്കുകയല്ല, അങ്ങ് ഞങ്ങൾക്ക് തരികയാണ്. ആ തരുന്നതിന്റെ എക്സ്പ്രഷനാണ് സുവിശേഷം. അതായത് ഈശോ തളർവാദ രോഗിയോട് പറയുന്നു, കുറച്ചുപേര് കൂടി കൂര പൊളിച്ച് കർത്താവിന്റെ മുമ്പിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന തളർവാദ രോഗിയോട് അവനെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്റെ ബാക്കിയായിട്ട് എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിൽ പോവുക, സൗഖ്യം. അപ്പൊ പാപമോചനത്തിന്റെ അധികാരത്തെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് സുവിശേഷത്തിൽ. പാപമോചനത്തിന്റെ
അധികാരത്തെ. കാരണം ദാനിയേലിന്റെ പുസ്തകം നമ്മൾ ഓൾറെഡി കണ്ടു, പാപമോചനവും കാരുണ്യവും ആരിൽ നിന്നാണ് വരേണ്ടത്? പാപമോചനം വരേണ്ടത് ദൈവത്തിൽ നിന്നാണ്. അപ്പൊ കർത്താവ് ഈശോ വന്നിട്ട് പറയുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഈശോ ദൈവമാണ്. ലോകത്തില് ഒട്ടനവധി നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, സോഷ്യൽ റിഫോർമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്, സാമൂഹിക വിപ്ലവം സാധ്യമാക്കിയവരുണ്ടായിട്ടുണ്ട്, ഐതിഹാസിക കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരാരും പറയാത്തൊരു കാര്യം ഈശോ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈശോയുടെ യുണീക്നെസ്, അവന്റെ അനന്യത. മറ്റാരും പറയാത്തൊരു കാര്യം ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ അത് പറയുമ്പോൾ ഉടനെ ചിന്ത പോകേണ്ടത് എങ്ങോട്ടാണ്? ദാനിയേലിന്റെ പുസ്തകം, പാപമോചനം ദൈവത്തിൽ നിന്ന്. അപ്പൊ ഈശോ ഞാൻ നിന്റെ പാപം മോചിച്ചു എന്ന് പറയുമ്പോൾ ഈശോ ദൈവമാണ്, അവന്റെ അധികാരമാണ് പാപമോചനത്തിന്റെ. കുരിശിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന്റെ മുന്നാസ്വാദനമാണ് യഥാർത്ഥത്തിൽ ഈ സൗഖ്യം, ഈ അത്ഭുതം. എന്താ കാര്യം? കുരിശിൽ പാപത്തിന്റെ ബന്ധനത്തെ കർത്താവ് തകർക്കുന്നു. തകർത്തതിന്റെ പിന്നാലെ രോഗത്തിൽ നിന്ന് വിടുതൽ, മരണത്തിൽ നിന്ന് വിമോചനം. അത് തന്നെയാണ് ഇവിടെ. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ആദ്യം ആ തളർവാദ രോഗിയെ മാറ്റുന്നു. മാറ്റിക്കഴിഞ്ഞപ്പോൾ അവന് സൗഖ്യാനുഭവം. ഈശോ അവന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ വരുമ്പോ ഈശോയിലൂടെ, അവന്റെ കുരിശു മരണത്തിലൂടെ അവൻ ആ അധികാരത്തെ ഉപയോഗിച്ച് പാപമോചനം നമുക്ക് ലഭ്യമാക്കി തന്നു. ഇറ്റ് വാസ് മെയ്ഡ് അവൈലബിൾ എന്നാണ് പറയുന്നത്. ഇത് റോബോട്ടിക്സ് അല്ല, എല്ലാരും കൂടെ അങ്ങോട്ട് തളിച്ചൊരുമിച്ച് പാപമോചനം അല്ല. ഇറ്റ് വാസ് മെയ്ഡ് അവൈലബിൾ. പഴയ നിയമത്തിൽ കണ്ടോ? പഴയ നിയമത്തിൽ അവരുടെ സ്ട്രഗിൾ എന്താ? കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് പാപമോചനം കിട്ടുന്നില്ല. അത് തിരിച്ചറിയുകയാണ് നമ്മൾ വായിച്ചു വരുന്നവര്. അപ്പോഴാണ് ദാനിയേലിന് തിരിച്ചറിവുണ്ടാകുന്നത്, മുകളിൽ നിന്നാണ് പാപമോചനം. ആ മുകളിൽ നിന്നുള്ള പാപമോചനത്തെ നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിച്ചു തരികയാണ് കുരിശുമരണം. ആ കുരിശുമരണത്തിലൂടെ നമുക്ക് ആ പാപമോചനം തുടർച്ചയായ സഭയിലൂടെ ലഭ്യമാകുന്നു. അങ്ങനെ ലഭ്യമായപ്പോൾ എന്താണ് സംഭവിച്ച മെച്ചം? അതാണ് ലേഖനത്തിൽ വായിക്കുന്നത്. ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്, കൊളോസോസ് 1:12-19 വായനയിൽ 12-ാം വാക്യം ഇങ്ങനെയാണ്: പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. പ്രകാശത്തിൽ, സ്വർഗസവിധത്തിൽ വിശുദ്ധരോടൊപ്പം എണ്ണപ്പെടുവാൻ, നമ്മുടെ പാപങ്ങൾ മോചിച്ച് നമ്മെ അവൻ കുരിശുമരണത്താലെ ഉയർത്തി. അതാണ് പാപമോചനത്തിന്റെ ഫലം. പാപം മോചിക്കപ്പെട്ട നമ്മൾ വിശുദ്ധരോടൊപ്പം എണ്ണപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ 4 വായനകളുടെ കണക്ഷൻ കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, അത് മിസ്സാകേണ്ട കാര്യമില്ല. കാരണം വളരെ നമുക്ക് മനസ്സിലാകും. ആദ്യം ഇസ്രായേൽ ജനം മനസ്സിലാക്കി പാപമുണ്ട്, പരിഹാരം ചെയ്യണം. എന്താ പരിഹാരം ചെയ്യാൻ ശ്രമിച്ചത്? അവര് കാളക്കുട്ടിയുടെ മേൽ പാപത്തെ ആരോപിച്ച് കൊന്നു. പക്ഷെ അവർക്ക് പിന്നീട് മനസ്സിലാകുന്നു അതുകൊണ്ടാകുന്നില്ല, അല്ലെങ്കിൽ തന്നെ പിന്നെ ഒരു വശത്ത് അതുകൊണ്ടാകുന്നില്ല എന്ന് ചിന്ത വരുന്നു. ഇപ്പുറത്ത് എന്ത് ചിന്ത വരുന്നു? ഈ കർമ്മത്തിന്റെ മെച്ചം കൊണ്ട് പാപമോചനം കിട്ടുന്നു. രണ്ടും തെറ്റാണ്. രണ്ടിലും പൂർണ്ണതയില്ല. അതായത് ആകുന്നില്ല അപൂർണത. ഇനി ഇതിന്റെ മെച്ചം കൊണ്ടാണോ? ഞങ്ങൾ ചെയ്യുന്ന ഈ റിച്വലിന്റെ മെച്ചം കൊണ്ടാണ് പാപമോചനം? അല്ല. അത് ദാനിയേലിന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. കാരുണ്യവും പാപമോചനവും ദൈവമേ നിന്നിൽ നിന്ന്. അപ്പൊ പാപമോചനം വരേണ്ട ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്. സുവിശേഷത്തിൽ നമ്മൾ എന്ത് കാണുന്നു? ദൈവത്തിൽ നിന്ന്, ഈശോ കർത്താവിൽ നിന്ന്, തമ്പുരാനിൽ നിന്ന്, ഈശോ മിശിഹായിൽ നിന്ന് പാപമോചനം വരുന്നു. അതിന്റെ അർത്ഥം ഹി ഈസ് അവർ ഗാഡ്, അവൻ നമ്മുടെ ദൈവമാണ്. അപ്പൊ അങ്ങനെ വരുന്ന പാപമോചനം എന്തിനാ? നമുക്ക് വിശുദ്ധരുടെ നിരയിൽ നമ്മളും പ്രകാശത്തിന്റെ സന്നിധിയിൽ എണ്ണപ്പെടുവാൻ വേണ്ടി. ഈ വിചാരത്തോടെ പ്രാർത്ഥിക്കുക. നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.